നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഡ്രിങ്ക്സുമായിട്ടാണ്. നല്ല ചൂടൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. പിന്നെ അതുപോലെ തന്നെ നോമ്പിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ നോമ്പുതുറ സമയത്ത് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ക്ഷീണമൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടതെന്നൊക്കെ. ആദ്യം നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്, ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കരുത്. എന്നിട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ചൂടുവെള്ളം ഉപയോഗിച്ചാലെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട കിട്ടും. അപ്പോൾ സാധാരണ വെള്ളം തന്നെ എടുത്താൽ മതി. അപ്പം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി സ്റ്റവിലോട്ട് ഒരു സോസ് പാൻ വെച്ചു. അതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം തിളപ്പിക്കുകയാണ്. അപ്പം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മധുരത്തിനായിട്ട് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഒരു 180 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിയിച്ചെടുക്കുകയാണ്. ശർക്കര നല്ലപോലെ അലിഞ്ഞു വന്നിട്ട് നമ്മൾ ശർക്കര പാവ് കാച്ചുന്ന പോലെ അങ്ങനെ കട്ടിയൊന്നും ആവണ്ട. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇനി ശർക്കര ഉരുക്കി നമ്മൾ അരിച്ചെടുത്തല്ല, അത് ഒരു പാത്രത്തിലേക്ക് വെച്ച് നമ്മൾ ഇളക്കി ചേർത്ത് വെച്ച റാഗി ഉണ്ടല്ലോ, വെള്ളത്തിൽ ചേർത്ത് വെച്ച അത് ഒഴിച്ചു കൊടുക്കുക. അപ്പം ചിലപ്പോൾ റാഗി ഇങ്ങനെ താഴത്തോട്ട് അടിഞ്ഞു നിൽക്കും കുറച്ച് സമയം വെച്ചുകൊണ്ട്. അപ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, സിം ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ആക്കാം. അപ്പം ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. അപ്പം ഇതെന്തായാലും ഒന്ന് തണുത്ത് വരട്ടെ. അപ്പം ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരം മുന്നേ പാലിലേക്ക് ഒരു 1/2 കപ്പ് പാലെടുത്ത് അതിലേക്ക് ഒരു 3 ഈന്തപ്പഴം കുരുവെല്ലാം കളഞ്ഞിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ഏലക്ക തൊലി കളഞ്ഞിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് പാലും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം, നമുക്ക് കട്ടി നോക്കിയിട്ടേ. അപ്പോൾ ഇതാ റാഗി വെച്ചിട്ടുള്ള ഡ്രിങ്ക്, ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മധുരത്തിന് ശർക്കരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർക്കാം കേട്ടോ. ശർക്കര ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു റാഗിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും മനസ്സിലാവില്ല. പിന്നെ അതുപോലെ തന്നെ ഈന്തപ്പഴവും ചേർക്കുന്നുണ്ടല്ലോ, ഏലക്കയുടെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ഡ്രിങ്കാണ് ഈ ചൂട് സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ നോമ്പുതുറ സമയത്ത് ആ ഒരു ക്ഷീണത്തിലൊക്കെ കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.